അത് അമ്മ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. സിനിമ കണ്ട് എനിക്ക് ധ്യാൻകുട്ടിന്റെ സിനിമ കണ്ട് എനിക്ക് എപ്പോഴും കോമഡിയാണ് ഇഷ്ടം എന്ന് തന്നെ അമ്മ പറയുന്നു. അമ്മ മനസ്സിന്റെ ഉള്ളിൽ നിന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ശ്രീനിച്ചേട്ടനെ പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ. അത് ധ്യാന്റെ അടുത്ത് ധ്യാൻ എങ്ങനെ പേഴ്സണലി സിനിമ കണ്ടതിന് ശേഷം തോന്നിയോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഞാൻ നമ്മളെ അനുകരിക്കാൻ നോക്കുന്നത് ഒന്നുമല്ല. പലരും ഇപ്പൊ പറഞ്ഞപ്പോ അല്ലെങ്കിൽ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം 1-2 പേര് പറഞ്ഞപ്പോഴൊക്കെയാണ് ആണോ, അല്ലെങ്കിൽ കാരണം രൂപം കൊണ്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ടോ ഞങ്ങൾ തമ്മിൽ ഒരു സാമ്യമില്ല, ഏട്ടനാണ് എന്നാലും അച്ഛനെ പോലെ കാണാനൊക്കെ. അപ്പൊ പക്ഷെ കണ്ടു വന്നപ്പോ എന്നോട് കുറെ പേര് പറഞ്ഞു അച്ഛന്റെ ചില മാനറിസം, അച്ഛന്റെ കുറെ സാധനങ്ങൾ ആ സിനിമയിൽ കയറി വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോ സന്തോഷം തോന്നി. ഈ ഒരു സിനിമ നേരത്തെ തൊട്ട് ഇതൊരു സിനിമയുടെ തുടക്കം തൊട്ട് നമ്മൾ സംസാരിച്ചു. ഈ ഒരു സിനിമയെ കുറിച്ച് ഞാൻ എന്നും എന്നോട് സംസാരിക്കായിരുന്നു. അത് ഇത്ര മാത്രം സത്യസന്ധമാവുന്ന ഞാൻ സിനിമ കണ്ടപ്പോഴാട്ടോ മനസ്സിലായത്. ഞാൻ പല കാര്യങ്ങളും പലതും പറയാറുണ്ട്, പക്ഷെ അതൊരു സത്യസന്ധമായപ്പോഴാണ് എനിക്കും ഒരു സന്തോഷം തോന്നുന്നത്. ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ ഉൾപ്പെടെ ഉള്ളവർക്ക് ഒരു മാതൃക എന്നൊരു മെസ്സേജ് വരണം. നമ്മളൊരു അന്യ സംസ്ഥാനത്ത് പേര് വിവാഹം ചെയ്തു വരുമ്പോൾ അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ സിനിമ കണ്ടാൽ കാണാത്തവർക്ക് പറയില്ല, കണ്ടാലും മനസ്സിലാവും. അത്തരം ഒരു കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് ചിന്തിച്ചോ? അല്ല, ഇത് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാണ് എന്നോട് ഇത് പറഞ്ഞു. അവര് റൈറ്റർ ഡയറക്ടേഴ്സാ ഇത് പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ഒരു ബന്ധുവിന്റെ ജീവിതത്തിൽ ശരിക്കും നടന്ന ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ ഒരു യമനയുണ്ട്, അതേപോലെ ഒരു കണ്ണനുണ്ട്, റിയൽ ലൈഫ്. അപ്പൊ ഇതൊരു സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു മെയ്ഡപ്പ് അല്ലെങ്കിൽ ഒരു ഫാബ്രിക്കേറ്റഡ് കഥയല്ല, അവരുടെ നാട്ടിൽ നടന്ന ഒരു സംഭവം. കാരണം ഈ കഥ നടക്കുന്ന കഥാപശ്ചാത്തലം എന്ന് പറയുന്നത് ബേസിക്കലി കേരള കർണാടക ബോർഡറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാന്താരയൊക്കെ സെറ്റ് ചെയ്ത പോലത്തെ സ്ഥലത്താണ് ഈ കഥ പറയുന്നത്, തെയ്യത്തിന്റെയൊക്കെ ഒരു ബാക്ക്ഡ്രോപ്പിൽ. അപ്പൊ അവിടെ നടന്നൊരു കഥയും കൂടെ എന്ന് കേട്ടപ്പോ എനിക്ക് അതിലൊരു കൗതുകം തോന്നി നമുക്ക്. കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായതാണെന്ന് പറഞ്ഞപ്പോ അപ്പൊ എന്താ പറയണ്ടേ, ഒരു സോഷ്യൽ മെസ്സേജ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ സെറ്റയർ ഒന്നും അല്ല ആ രീതിയിൽ. എങ്കിലും ഒരു മെസ്സേജ് ഉണ്ട്. അങ്ങനെ മെസ്സേജ് പർപ്പസ്ഫുള്ളി ചെയ്തതല്ല. ആ നടന്ന സംഭവത്തിന്റെ ഒരു സിനിമാറ്റിക് വേർഷൻ ആണ് ഈ സിനിമ. അപ്പൊ ആ രീതിയിൽ ഒരു ഇതേതരം അല്ലെങ്കിൽ അവിടെ നമ്മളെ രാഷ്ട്രീയം ഒരു മേൽപ്പൊടി പോലും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ ബ്രീഫ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ അത്രമാത്രം രാഷ്ട്രീയമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയൊന്നും ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ ഒന്നും ഇതിനകത്തില്ല. മെസ്സേജിങ്ങിന് വേണ്ടിയിട്ടും ചെയ്തിട്ടില്ല. ചിരിപ്പിക്കുക, ആൾക്കാരെ എന്റർടൈൻമെന്റ് എന്നുള്ളൊരു ഫാക്ടർ മാത്രമേ നമ്മൾ ആലോചിച്ചിരുന്നു. നമുക്ക് ആ വിവാഹത്തിന് പോകുന്നു, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മളെ ഒരു ത്രില്ലിംഗ് നിർത്തുന്നുണ്ട്. കാരണം യാത്രയിൽ വൈഫുമായിട്ട് സംസാരിക്കുന്ന പല ഘട്ടങ്ങളും നമ്മളെ ഇതെന്താണ് വൈഫ് എന്ന് ത്രില്ലിംഗിൽ നിർത്താൻ ഈ സംവിധായകർക്ക് കൃത്യമായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ പലതും ചിന്തിച്ചു, വൈഫ് എങ്ങനത്തെ ആളായിരിക്കാം, വൈഫ് കോമഡി പറയുന്ന ആളായിരിക്കും. ഞാൻ ഉദ്ദേശം മനസ്സിലാക്കണം, നമ്മൾ സിനിമ കാണാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ പറയുന്നില്ല. അങ്ങനെ ത്രില്ലിംഗിൽ നിർത്താൻ ഈ സംവിധായകർക്ക് കൃത്യമായിട്ട് സാധിച്ചിട്ടുണ്ടോ? എങ്ങനത്തെ ആളായിരിക്കും വൈഫ്? കൂടുതൽ സംസാരിക്കുന്ന ആളായിരിക്കുമോ, കൂടുതൽ സംസാരിക്കാത്ത ആളായിരിക്കുമോ, എന്തായിരിക്കും സംസാരിക്കുക? അത്തരം ത്രില്ലിംഗിൽ നിർത്താൻ കൃത്യമായി സംവിധായകർക്ക് കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ബസ്സിലുള്ള യാത്ര ചെയ്യുമ്പോൾ കാരണം ഭാഷ പലപ്പോഴും എന്റെ വൈഫ് പഠിച്ചതും വളർന്നതൊക്കെ ഡൽഹിയിലാണ്. അപ്പോ അവൾക്ക് മലയാളം അവൾ സംസാരിച്ചു തുടങ്ങിയിട്ട് ഒരു 5-6-7-8 വർഷമായിട്ടുള്ളൂ അവൾ മലയാളം സംസാരിച്ചു തുടങ്ങിയിട്ട്. ഇപ്പോഴും അവൾ പറയുന്ന പല കാര്യങ്ങളിലും നമ്മൾ തിരുത്തി കൊടുക്കേണ്ടി വരുന്ന കാര്യങ്ങൾ. അതേപോലെ അവരുടെ നാട്ടിൽ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഹിന്ദി വലിയ പിടിയില്ലാത്തതുകൊണ്ട് അവര് നമ്മളെ കറക്റ്റ് ചെയ്യുന്ന, പക്ഷെ അപ്പോഴും പോലും ഈ പറഞ്ഞ സ്നേഹം, ബന്ധം എന്നൊക്കെ പറയുന്ന ഭാഷക്ക് അതീതമാണല്ലോ. ആ ബോണ്ടിങ് എന്നൊക്കെ പറഞ്ഞ മാമൻ കല്യാണം കഴിച്ചത്, മാമൻ എന്ന് പറയുന്ന അരവിന്ദന്റെ അതിഥികളും കഥ പറയുമ്പോഴൊക്കെ ചെയ്ത മാമൻ കല്യാണം കഴിച്ചത്, മാമൻ കല്യാണം കഴിച്ചൊരു പുള്ളിക്കാരി മലയാളിയാണ്. മാമി ബേസിക്കലി ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ ബോംബെ. അപ്പൊ ഭാഷ തീരെ അറിയില്ല. മാമനാണ് മലയാളം ഒഴിച്ച് വേറെ ഭാഷ അറിയില്ല. അപ്പൊ ഇവർക്ക് ഭീകര കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളായിരുന്നു പലപ്പോഴും. മാമി പറയുന്ന മാമന് മനസ്സിലാവില്ല. അങ്ങനെ ഒരു തവണ പക്ഷെ അപ്പോഴും പോലും ഭാഷ അല്ലല്ലോ, ലാംഗ്വേജ് അല്ലല്ലോ. ഇഷ്ടം, സ്നേഹം എന്നൊക്കെ പറഞ്ഞ കമ്മ്യൂണിക്കേഷന് പലപ്പോഴും ലാംഗ്വേജ് ഒരു ബാരിയർ അല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അതിൽ മലയാളികളെ പ്രത്യേകിച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ കൃത്യമായിട്ട് ഭാഷ അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ എന്റെ അടുത്ത സുഹൃത്ത് പോലും, ഞാൻ ഇവനെയും കൊണ്ട് ദുബായ് മോളിൽ വെച്ചോണം, അവൻ മലയാളിയാണ് എന്റെ സുഹൃത്ത്, അവൻ അറബി പറയുന്ന കേട്ട് ഞാൻ ഞെട്ടിപ്പോരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പോയിട്ട് ഒരു കടയിൽ കയറിയിട്ട് ഒരു അറബിനോട് ഇതെന്താ വില എന്ന് ചോദിക്കുക. അത് ചോദിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ വില, അത് പറയുന്നത് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതെന്താ വില പറയുന്ന മൊത്തം മലയാളം, പക്ഷെ സ്ലാങ് അറബി. അതൊന്നും പറ്റൂല, ഇങ്ങനെ പറയണം. അപ്പൊ ഞാൻ മലയാളം അല്ലേ പറഞ്ഞത്, അവന് കാര്യം പിടികിട്ടിയോ അത് മതി. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു പ്രത്യേകതരം ഭാഷക്കതീതമാണ് ഈ പറഞ്ഞ പോലെ മലയാളിയുടെ ആ കഴിവ്.
അപ്പൊ എനിക്ക് മാമന്റെ ഒരു കഥ എനിക്ക് ഓർമ്മ വെച്ചാൽ മാമൻ ഇതേപോലെ മാമിയുടെ സൽക്കാരത്തിന് വേണ്ടിയിട്ട് ബോംബെയിൽ സുഹൃത്തുക്കളുടെ പോയ സമയത്ത് ഇവര് ഭയങ്കര ഈ പറഞ്ഞ ഭക്ഷണം ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഭക്ഷണം ആദ്യം ഒരു തട്ടില് വലിയ സ്വീറ്റ്സ് വരും, പിന്നെ ഓരോ താലി പോലെ ഓരോ പല 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 ഭക്ഷണം വരുന്നത്. അപ്പൊ മാമൻ കഴിച്ച് അവന് വയറ് പൊട്ടിയിട്ട് മതി ബസ് ബസ് എന്ന് പറയാൻ എന്നൊക്കെ പറഞ്ഞ് ഇവര് കഴിപ്പിച്ച് ലാസ്റ്റ് വലിയൊരു തട്ടിൽ എന്തോ ഒരു സാധനം കൊണ്ട് ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീ ആ വീട്ടില് ജോലിക്കായിരുന്നു. ലാസ്റ്റ് അവരാരെന്ന് പോലും മാമൻ അറിയണം. മാമൻ അവസാനം ഈ സ്ത്രീയുടെ കാലിൽ വീഴും ബസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് അറിയുന്നത് ആ വീട്ടിലെ ജോലിക്കാര്. അപ്പൊ ഇവരൊക്കെ ഞെട്ടിപ്പോയി. അപ്പൊ അവരെ ചിന്തിച്ച് ഈ പറഞ്ഞ പോലെ ഇത്രയും അപ്പൊ കാരണം ബസ് കൊണ്ട് കാലിൽ വീഴേണ്ട അവസ്ഥയായിരുന്നു. അപ്പം അപ്പോഴപ്പോലും അവിടെ കാര്യം കമ്മ്യൂണിക്കേറ്റ് ആയി. എന്നുവെച്ചാൽ എനിക്ക് മതി എന്ന് പറഞ്ഞിട്ടും അവര് ഇട്ടില്ല. ലാസ്റ്റ് കാലിൽ വീഴേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഭാഷ എനിക്കൊന്ന് നമ്മള് ഡിസ്കസ് ചെയ്യുന്ന വിഷയം അതാണ്. അതായത് കന്നഡ അറിയാത്ത, ഇപ്പോഴും എനിക്ക് കന്നഡ വലുതായിട്ട് അറിയില്ല, അറിയാതെ വരുന്ന അല്ലെങ്കിൽ ഭാഷ അറിയാത്ത ഒരു പെൺകുട്ടി വരികയും അവിടെ ഉണ്ടാവുന്ന കുറെ സന്ദർഭങ്ങളാണല്ലോ സിനിമയുടെ ഒരു ഉണ്ടാകുന്ന വിഷയം. അപ്പൊ ലാംഗ്വേജ് പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇതല്ലാതെ അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയണ്ടേ, അതൊരു ബാരിയർ ആയിട്ട് എനിക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, അത് ലാംഗ്വേജ് വിഷയമല്ല. നമ്മൾ കുളിക്കാൻ നേരത്ത് തോർത്തു പോയിക്കുന്നതൊക്കെ അതെല്ലാം മനസ്സിലാവുന്നുണ്ട്. പറയുന്നത് ആക്ഷനും ഇതെല്ലാം ചെയ്യണം. ചായക്ക് പറയുന്നതുണ്ടല്ലോ. പക്ഷെ റൊമാൻറ്റിക്, ഇതിനകത്ത് റൊമാൻസ്, കല്യാണം കഴിച്ചു വന്നിട്ടുള്ള ആ ഒരു ആകാംക്ഷ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ധ്യാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സംഭവിക്കുന്ന ആ മുഹൂർത്തങ്ങൾ ഭയങ്കര രസകരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അല്ലെ. ആ കുട്ടിക്കും ഒന്നും അറിയില്ല, ധ്യാനും ഒന്നും അറിയില്ല. അപ്പൊ ധ്യാൻ പറയുന്ന ഒരു ഡയലോഗാണ് ഏറ്റവും പാവം ക്ഷീണിച്ച് ഉറങ്ങുകയായിരിക്കും എന്ന് പറയുന്നത്. അതൊക്കെ സ്പോട്ടിൽ കുറെ സാധനങ്ങൾ കൈന്നിട്ടിട്ടുണ്ടാവും. അതൊക്കെ സ്പോട്ടിൽ ഇട്ടതാ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവം ക്ഷീണിച്ച് ഉറങ്ങുമായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചില സാധനങ്ങള് നമ്മള് അപ്പൊ തോന്നുന്ന ഒരു ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് ആ സീനിന് അടുത്ത് ഇതിലോട്ട് ആ ഗ്യാപ്പിൽ ഒന്ന് ഫില്ല് ചെയ്യണമല്ലോ. നടന്ന് അവളുടെ അടുത്തേക്ക് പോകുന്ന സമയത്താണ് ക്ഷീണിച്ചുറങ്ങുന്നത്. അതൊക്കെ ഫില്ല് ചെയ്ത് പോയത്. ഈ നമ്മള് പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മള് ഇടവേളയിൽ കൊണ്ടു നിർത്തുമ്പോൾ ഇടവേള ആകുന്നത് അറിയാത്ത ആ ഒരു സോങ്ങിലാണ്. അത് നമ്മുടെ മനസ്സിലുള്ള സോങ് ആണ്, വരവേൽപ്പ് സിനിമയിലെ സോങ് ആണ്. ആ സോങ് വേണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയെങ്കിൽ ആ തീരുമാനം എന്റേതായിരുന്നു. തീരുമാനം എന്റേതാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ യാത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നുവെച്ചാൽ ബസ്സിൽ പോകുന്നു, ഇവരൊരു ഈ കല്യാണം കൂടാൻ വേണ്ടി ബസ്സിൽ യാത്ര ചെയ്ത് അവിടെ എത്തുന്നു. അതിന്റെ ഒരു ബസ്സിന്റെ 2 കട്ട്സും പിന്നെ ഒരു 2 ഏരിയൽ ഷോട്ട്സും കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇപ്പൊ ആ സോങ്ങിലാണ് നമ്മൾ ഇന്റർവെൽ അടക്കം വെച്ചിരിക്കുന്നത്. നമുക്കത് അറിയുന്നില്ല. കാരണം ഒരു യാത്ര എപ്പോഴും ഓരോ യാത്രക്ക് ഓരോ ഉദ്ദേശം ഉണ്ടാവും, ഒരു പർപ്പസ് ഉണ്ടാവും. അപ്പൊ എനിക്ക് അത് തോന്നിയ അവിടെ ബ്ലോക്ക് ചെയ്യാൻ തോന്നിയെന്ന് വെച്ചാൽ ആ പാട്ടായിരുന്നു അതിന്റെ കറക്റ്റ് പോയിന്റ്. സാധാരണ ഒരിക്കലും ഒരു സിനിമയുടെ സോങ്ങിൽ നമ്മൾ ഇന്റർവെൽ ഒന്നും വെക്കില്ല. ഇല്ല. അപ്പൊ ആ യാത്ര കഴിഞ്ഞിട്ട് അവിടെ സംഭവിക്കാൻ പോകുന്ന എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു യാത്രക്ക് പല ഉദ്ദേശങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രതീക്ഷയാണല്ലോ ഓരോ യാത്രയും. ഈ യാത്രയുടെ ഒടുക്കം നല്ലത് സംഭവിക്കും അല്ലെങ്കിൽ നല്ലത് ഉണ്ടാവും. അപ്പൊ ആ ഒരു പോയിന്റിലാണ് ഇന്റർവെൽ ബ്ലോക്ക് ചെയ്തത്. അപ്പൊ ഞാൻ ആലോചിച്ചു അതൊന്നും മൊണ്ടാഷ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് പാട്ട് ഇടാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലോടി വന്ന ഈ വരവേൽപ്പിൽ ആ പാട്ടാ. കാരണം ഇവരെയൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഗ്രാമീണതയും ഈ ബാക്കിയുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഭയങ്കര ഒരു എന്താ പറയണ്ട അവിടെ ബിലോങ് ചെയ്യുന്ന ഒരു പഴമയും പരിപാടിയൊക്കെ ഫീൽ ചെയ്യും ആ ബസ് യാത്രയ്ക്ക്. ഞാൻ വെറുതെ ഒരു ഇടവേള സമയത്ത് ഒരു ബ്രേക്കിന്റെ സമയത്ത് ഈ സോങ് വെച്ചിട്ട് ആ ഷോർട്സ് ഒക്കെ എടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കിയോ അത് ഭയങ്കരമായിട്ട് അങ്ങ് ജെല്ലായിപ്പോയി. അത് അതിനു വേണ്ടി ഷൂട്ട് ചെയ്തതേ അല്ല, ആ പാട്ടിന് വേണ്ടി ഷൂട്ട് ചെയ്തതല്ല, വെറുതെ യാത്ര ചെയ്ത സമയത്ത് കുറെ കട്ട്സുകൾ എടുത്തിട്ട് ആ പാട്ട് വെച്ചിട്ട് പ്ലേസ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞിട്ട് മിലനിയത്തിന്റെ കയ്യിലായിരുന്നു റൈറ്റ്സ്. അവരെ വിളിച്ചു ചോദിക്കുന്നു, അവർ ഓക്കെ പറയുന്നു, ആ പാട്ട് വരുന്നു. അതാണ് ഇപ്പൊ നമ്മള് ഇന്റർവെല്ല് ബ്ലോക്ക് ചെയ്തു. അത് നമുക്ക് ഇന്റർവെൽ ആവുന്ന അറിയുന്നില്ല, പാട്ടിൽ അറിയുന്നില്ല. അതാണ് ആ പാട്ടിനോടുള്ള ഒരു ഇത് വന്നത്. ഈ പറഞ്ഞതുപോലെ അജു ഇതിൽ പറ്റിയ ക്യാരക്ടർ വേറെയാണ്. അജു ഫുൾ ടൈം ഞാനൊക്കെ വെച്ച് അജു തമ്പാക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് അജു ഉണ്ടായിരുന്നു ചോദിച്ചു, അജു ഇപ്പൊ പോയല്ലോ. അത് എങ്ങനെയാണ് അത്തരം ഒരു രീതിക്ക് ഫേസ് വേണമെന്ന് തീരുമാനിക്കാൻ? എനിക്ക് അജു എന്നാത്താം വയസ്സോട് കണ്ടിട്ട് ചാക്കോച്ചൻ ആ ഒരു മേക്ക് ഓവർ പിടിച്ചപ്പോ അജു അത് പറഞ്ഞു വാങ്ങിച്ചതാ. മിക്കപ്പോഴും അജുവിന്റെ മേക്ക് ഓവറിന്റെ ഒക്കെ പുറകിൽ മേക്കപ്പ് മാനോ അല്ല ഡയറക്ടറുടെ തീരുമാനമല്ല, എല്ലാം അജുവിന്റെ. ഇപ്പൊ കുഞ്ഞിരാമായണത്തിൽ ലുക്ക് ആയിക്കോട്ടെ, കപ്പ്യാറിലെ ലുക്ക് ആയിക്കോട്ടെ, ഇതൊക്കെ അജു ആദ്യം തന്നെ വന്നിട്ട് എങ്ങനെ ലുക്കിൽ വ്യത്യാസം വരുത്താം എന്നുള്ള അജുവിന്റെ ഒരു ചിന്തയുണ്ട്. ആ ലുക്ക് സെറ്റ് ആയാലും മാത്രമേ അജു പലപ്പോഴും കോൺഫിഡൻസ് വരാറുള്ളൂ അജുന്. കാരണം എന്നാലും അതുപോലെ ആ ക്യാരക്ടർ, കാരണം കൂളിംഗ് ഗ്ലാസ് ത്രൂ ഊരിയിട്ടില്ല, ആ കൂളിംഗ് ഗ്ലാസ് ത്രൂ ഔട്ടുണ്ട്, ഒരു കുറി തൊട്ടിട്ടുണ്ട്, ഈ പല്ലിന്റെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അജുവിനെ ഓർക്കുമ്പോൾ തന്നെ എല്ലാ ക്യാരക്ടറും ഒരു ഐഡന്റിറ്റി ഫീൽ ചെയ്യും.
ഇപ്പൊ ഈ പടത്ത് കുഞ്ഞിരാമായണത്തിൽ അജു പെട്ടെന്ന് നമുക്ക് ഓർമ്മ വന്നു ഒരു വിഗും. ഇപ്പൊ ഇന്ന് ഈ വിദ്യാധരൻ എന്ന് പറഞ്ഞ നദികൾ സുന്ദരി യമുന എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അജുവിന്റെ ആ മുഖം അല്ലെങ്കിൽ ആ വ്യത്യാസം, അജു ഇപ്പൊ കേരള ക്രൈം ഫയൽസിൽ അജു ക്ലീൻ ഷേവ് അടിച്ചു, മീശ അതേ ലുക്ക് തന്നെയാണ്, മീശ ഇതാക്കി. പക്ഷെ ഈ പല്ലും ഈ കുറിയും ഈ ഗ്ലാസും വന്നപ്പോൾ അതിൽ നിന്നൊരു വ്യത്യാസം. അത് അജു എന്ന ആക്ടർ എടുക്കുന്ന ഡെലിബറേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അജു അത് ചുരുക്കം ചില ആക്ടേഴ്സ്, ഇപ്പൊ ഞാൻ ആ രീതിയിൽ അങ്ങനെ ലുക്കിൽ വലിയ വ്യത്യാസം വരുത്തുന്ന ആളുമല്ല, ചെയ്യാൻ ശ്രമിക്കാറുമില്ല. പക്ഷെ അജു വർഷങ്ങളായിട്ട് ചെയ്തു പോകുന്ന, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് എനിക്കൊന്ന് അജു ഫോളോ ചെയ്തത് എന്നോട് പറഞ്ഞത് മമ്മൂക്കയാണ് ഒരു പരിധി വരെ. മമ്മൂക്ക ചെയ്യുന്ന പല കാര്യങ്ങളും അജു ആ ലുക്കിൽ ഉണ്ടാവുന്നത്. കാരണം മമ്മൂക്ക ആദ്യം തന്നെ ലുക്ക് ഒന്ന് സെറ്റ് ചെയ്യും. ഈ പറഞ്ഞ പോലെ മമ്മൂക്കിന്റെ എല്ലാ പടം എടുത്തോ, പണ്ടത്തെ ഇപ്പൊ നമുക്ക് മൃഗയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിധേയനായിക്കോട്ടെ, പുതിയ പടം ഇപ്പൊ ബ്രഹ്മയുഗം ആയിക്കോട്ടെ, അല്ലെങ്കിൽ റൊഷാക്ക് ആയിക്കോട്ടെ, അപ്പൊ എല്ലാ പടത്തിലും മമ്മൂക്ക കൃത്യമായിട്ടുള്ളൊരു ഐഡന്റിറ്റി നമുക്ക് പെട്ടെന്ന് ഓർക്കും. ആ ലുക്ക് നമുക്ക് മനസ്സിൽ വരും, ആ മുഖം നമുക്ക് ഓർമ്മ വരും, അതിലൊരു വ്യത്യാസം ഉണ്ടാവും. അത് ഫുള്ളി ഫോളോ ചെയ്തത് മമ്മൂക്ക കണ്ടിട്ടാണ് എന്നോട് പറഞ്ഞു. അജു പറഞ്ഞു അല്ലേ, അത്തരം ഒരു ചേഞ്ചിങ് ധ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഞാൻ എല്ലാ സിനിമയിലും ഏകദേശം ഈ പരിപാടി വളരെ ചുരുക്കമാണ് താടിയില്ലാത്ത സിനിമ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ. ബിക്കോസ് എനിക്ക് പല സിനിമയുടെയും കണ്ടിന്യൂറ്റി ഉള്ളത് കൊണ്ടും ഞാൻ പല സിനിമകളും ഇടക്ക് ബ്രേക്കായി പോയിട്ട് സ്കെഡ്യൂളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ താടി എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എനിക്ക് ഈ താടി എടുക്കാൻ പറ്റാത്ത ലുക്കിലും പരിപാടിയിലും വ്യത്യാസങ്ങൾ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ പലപ്പോഴും അജു ചെയ്യുന്ന പോലെ എന്നോട് ഡയറക്ടേഴ്സ് ഡിമാൻഡ് ചെയ്തിട്ടില്ല, ഈ ലുക്ക് തന്നെ മതി ചേട്ടാ എന്നോട് മിക്കവാറും പേര് പറയാറാ. എനിക്ക് ജെനുവനായിട്ട് അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇനിയുള്ള സിനിമകൾ, ഇനിയൊന്ന് പിടിക്കണം. അതുപോലെ പിന്നെ കഥകൾ സെലക്ട് ചെയ്യുന്നത് ഞാൻ ഭയങ്കര പരാജയമാണ് എന്ന് എനിക്ക് പേഴ്സണൽ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ അതിൽ വന്ന കമന്റുകൾ വായിക്കുന്നു തോന്നുന്നു, ധ്യാൻ ചേട്ടൻ ഒരിക്കലും ഇങ്ങനത്തെ സിനിമകൾ പോലുള്ള ഇങ്ങനെയാണ് ധ്യാനം വേണ്ടതെന്ന് പറഞ്ഞിട്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? സുഹൃത്ത് വലയത്തിൽ പോയി വീഴുകയാണോ? വീഴുകയില്ല, അവര് വരുന്ന സമയത്ത് നമ്മളത് കൃത്യമായി അവര് ഇപ്പൊ ഞാൻ കഥകൾ ചൂസ് ചെയ്യുന്നതിൽ പരാതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഞാൻ കുഞ്ഞിരാമായണം ഓടിയപ്പോഴും തിര ഓടിയപ്പോഴും എല്ലാം കപ്പ്യാര് ഓടിയപ്പോഴൊക്കെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ വളരെ ചൂസ് ചെയ്യേണ്ട സിനിമ സെലക്ട് ചെയ്ത് പോയി. അന്നും അങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ് ഇല്ലായിരുന്നില്ല. കാരണം ബേസിലിന്റെ പടമായതുകൊണ്ടാണ് കുഞ്ഞിരാമായണം ഞാൻ ചെയ്യുന്നത്. കപ്പ്യാര് വിജയേട്ടൻ എന്നെ വിളിക്കുന്ന ഒരു കഥ പറഞ്ഞു, ആ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇല്ലാന്ന് ഞാൻ പറയണില്ല. പക്ഷെ അപ്പോഴും വർക്ക് ചെയ്യുന്ന അജുവിന്റെ കൂടെ നീരജിന്റെ കൂടെ എന്നുള്ളതായിരുന്നു എന്റെ എക്സൈറ്റിംഗ് ഫാക്ടർ. ഒരേ മുഖം ഇതേപോലെ ഒരു സുഹൃത്ത് വഴി, സുഹൃത്തിന്റെ സിനിമ ആയതുകൊണ്ട് മാത്രമാണ് അത്. അതിന്റെ എന്ന് വെച്ചിട്ട് ഇതിന്റെ കഥ ഞാൻ കേട്ടിട്ടില്ല എന്നോ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതൊക്കെ ഇത്രയും ഓടുവോ, ഇങ്ങനെ ഒരു ചിന്തയോ അല്ലെങ്കിൽ സെലക്ഷനോ ഇത്തരം സിനിമകളെ ഞാൻ ചെയ്യൂ. കാരണം തിര കഴിഞ്ഞിട്ട് എനിക്കൊരിക്കലും ഞാൻ ചെയ്യേണ്ട സിനിമയല്ല അങ്ങനെ നോക്കുമ്പോൾ കുഞ്ഞിരാമായണം. എനിക്ക് കുറച്ചൊരു കരിയർ പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ മേ ബി ഒരു കൂട്ടക്കളി അല്ലെങ്കിൽ അത് നായകനായിട്ട് വലിയൊരു സിനിമ ചെയ്യാൻ ഞാൻ ചിന്തിക്കുള്ളൂ നടൻ എന്ന രീതിയിൽ. പക്ഷെ അങ്ങനെ ഒരു ചിന്ത, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു നടനാവണം, അല്ലെങ്കിൽ ഒരു വലിയ മെയിൻ സ്ട്രീം മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരു നടനാവണം എന്നുള്ളൊരു ചിന്ത അന്നും എനിക്കില്ലായിരുന്നു, ഇന്നും എനിക്കില്ല. അങ്ങനെ സെലക്ഷൻ പ്രോസസ്സിലൂടെ ഞാൻ കടന്നു പോകുന്നില്ല. കാരണം ഞാൻ സംവിധായകനാവണമെന്ന് ആഗ്രഹിച്ചു വന്ന ആളാണ്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ്. ഇന്നും ഞാൻ സംവിധായകനാവണം, അല്ലെങ്കിൽ ഇനി അടുത്ത ഈ പറഞ്ഞ പ്രോസസ്സ് ഒന്ന് അവസാനിപ്പിച്ചിട്ട് അടുത്ത സംവിധാനത്തിലോട്ട് കടക്കണമെന്നും അഭിനയം കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കാൻ എന്നുള്ളതാണ് എന്റെ ഫ്യൂച്ചറിലത് തീരുമാനം. അല്ല, സിനിമകൾ വേണ്ട എന്ന് അഭിനയം അതിന്റെ ഒപ്പം കൊണ്ടുപോകാൻ പറ്റില്ലേ? പറ്റും, തീർച്ചയായിട്ടും പറ്റും. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഞാനിപ്പോ ആലോചിക്കുന്ന സിനിമകളൊക്കെ വലിയ സിനിമകളാണ് സംവിധാനം ചെയ്യാൻ. അപ്പൊ വലിയ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സമയമെടുക്കും. അപ്പോ 2 വർഷം എടുത്തു ലവ് ആക്ഷൻ തന്നെ തീരാൻ. അപ്പൊ 100 ദിവസത്തോളം ഷൂട്ട് ചെയ്തു. അപ്പൊ 100 ദിവസത്തോളം ഷൂട്ട് ചെയ്ത് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനും കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ എളുപ്പത്തിൽ നമ്മളൊരു 1.5-2 വർഷം പോയി കിട്ടും. പിന്നെയും നമ്മൾ തിരിച്ച് അഭിനയത്തിലോട്ട് വന്ന് നമ്മളൊന്നുകിലും കരിയർ, കാരണം നമ്മൾ ലീഡ് റോൾസ് ആണല്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ഡയറക്ടേഴ്സിന് ഓക്കെയാ, അവർക്ക് എപ്പോ വേണമെങ്കിലും ഒന്നും ചെയ്യാം. പക്ഷെ ലീഡ് റോൾ ചെയ്യുന്നുണ്ട്, നായകനായിട്ടാണ് ഞാനിപ്പോ കൂടുതൽ സിനിമകളിൽ അഭിനയിക്കുന്നത്. അപ്പൊ പാരലായിട്ട് രണ്ടും കൊണ്ടുപോകാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പൊ ഏട്ടൻ പോലും ഡയറക്റ്റ് ചെയ്യുന്നു, തിരിച്ചു വന്നിട്ട് ഒരു പടം ചെയ്യും, തിരിച്ചു വന്നിട്ട് ഇതാവും. പക്ഷെ അടുത്ത വർഷം പുള്ളി ഇപ്പൊ എനിക്കുന്നു ഇപ്പൊ വരുന്ന വർഷങ്ങൾക്ക് ശേഷവും അത് കഴിഞ്ഞ് വേറൊരു പടം ഡയറക്റ്റ് ചെയ്യാൻ പുള്ളിയുടെ ശേഷം ഒരു 3 വർഷത്തേക്ക് ഏട്ടന് എന്തായാലും സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സിനിമ ചെയ്യുന്നില്ല, അഭിനയിക്കുന്നില്ല. 2 സിനിമകൾ അടുപ്പിച്ച് അഭിനയിച്ചു. അതും സുബേറിന്റെ 2 സിനിമകൾ അഭിനയിച്ചു കഴിഞ്ഞു. ഇനി ഒരു 3 വർഷത്തേക്ക് പുള്ളി അഭിനയിക്കുന്നില്ല, അല്ലെങ്കിൽ അടുത്ത സംവിധാനം പരിപാടികൾ കഴിഞ്ഞിട്ടേ അഭിനയമുള്ളൂ. അപ്പൊ അതുപോലൊരു തീരുമാനം എടുത്താൽ മാത്രമേ നമ്മൾ, കാരണം അത് കംപ്ലീറ്റ്ലി വേറൊരു ഇതേ ഇൻഡസ്ട്രിയുടെ ഭാഗമാണെങ്കിലും അല്ലെ പരിപാടിയുടെ ഭാഗമാണ്, പക്ഷെ വേറൊരു മേഖലയാണല്ലോ. കാരണം നമ്മള് പ്രത്യേകിച്ച് എന്റെ പ്രീവിയസ് സിനിമ എന്ന് പറയുന്നത് വലിയ സിനിമയായിരുന്നു.
ഒരു ഫെസ്റ്റിവൽ സിനിമയായിരുന്നു. അപ്പൊ ഇനി ഞാൻ മുകളിലോട്ടേ ചിന്തിക്കുന്നുള്ളൂ, അടുത്തത് ഒരു ഇതിനേക്കാളും വലിയ സിനിമ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും സമയം കൂടുതൽ എടുക്കും, എഫേർട്ട് കൂടും. അപ്പോ ഈ രണ്ട് പരിപാടിയും ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ലെന്ന് എനിക്ക് ഈ സിനിമയുടെ വിജയത്തിലേക്ക് പോയിക്കൊണ്ട് ഈ സിനിമ വിജയത്തിലേക്ക് വരുമ്പോൾ ഒത്തിരി മാറ്റി ചിന്തിക്കേണ്ടായി വരില്ല. ഇനി ധ്യാനിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ ഇനി താഴത്തേക്ക് പോകുന്നത് പ്രേക്ഷകർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാറില്ല. സിനിമയാണ് വിജയപരാജയം ഉണ്ടാകും, ഇല്ല എന്ന് ഒരിക്കലുമില്ല. അങ്ങനെ പ്രേക്ഷകർ കൂടുതൽ ധ്യാനം ഇഷ്ടപ്പെടുന്നത് ധ്യാനോട് എല്ലാവരും അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഇനി കൂടുതൽ ഉത്തരവാദിത്വം കൂടിയില്ലേ? ആ ഉത്തരവാദിത്വം കൂടിയിട്ടുണ്ട് ഡെഫിനറ്റ്ലി. പക്ഷെ ഞാൻ അത് തിരിച്ചു നൽകാൻ ആഗ്രഹിക്കുന്ന ആസ് എ ഡയറക്ടർ ഞാൻ തിരിച്ച് എന്റെ നല്ല സിനിമകളിലൂടെ ഞാൻ അത് തിരിച്ചു കൊടുക്കാം. പക്ഷെ അവർ അഭിനേതാ എന്നുള്ള രീതിയിൽ ഞാൻ ചിലപ്പോ ഞാൻ ഇന്നും വന്നും ഒരു ഉഴപ്പനാണ്, എന്നും വന്നും ഞാൻ നമുക്ക് ആ ഒരു ഫസ്റ്റ് നമുക്ക് ആ ഒരു ഫീലിംഗ് വേണമല്ലോ. നമുക്ക് ആ ഒരു പാഷൻ വേണം അഭിനയത്തിനോടും. എനിക്ക് ആ ഒരു പാഷൻ ഇന്ന് വരെ ഇത്രയും വർഷത്തിനോടും എനിക്കത് തോന്നിയിട്ടില്ല. അപ്പോ ഞാൻ ആക്സിഡന്റൽ ആക്ടറാണ്, ഈ പറഞ്ഞ പോലെ വളരെ യാദൃശ്ചികമായിട്ട് സിനിമ അഭിനയത്തിലോട്ട് വന്ന ആളാണ്. ഇപ്പോഴും എനിക്ക് ജോലി ചെയ്യണം, എനിക്ക് സിനിമയുടെ ഭാഗമാവണം എന്നുള്ളതാണ് അന്നും ഇന്നും. അപ്പോ 2020 എത്തിയപ്പോൾ കൊറോണ വന്നപ്പോഴേക്കും അടുത്തൊരു സംവിധാന സിനിമ അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കാൻ ഒരു കാലതാമസമുണ്ട്. അവിടെ ഒരു ആർട്ടിസ്റ്റിന് ഡേറ്റ് കിട്ടി, അതിനായിട്ടുള്ള സമയം എടുക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് കരിയർ ഉണ്ടല്ലോ, അവിടെ കിടപ്പുണ്ടല്ലോ. അതോടൊപ്പം തന്നെ സിനിമയുടെ ഭാഗമായിട്ട് നമുക്ക് നിന്ന് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും നമ്മൾ ലേണിങ്ങും. കാരണം ഒരു 5 വർഷം സിനിമ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയിട്ട് ഒരു പടം ഡയറക്ട് ചെയ്യുന്നതല്ലല്ലോ ഞാനിപ്പോ ഉടനീളം കഴിഞ്ഞ 2 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടും എനിക്ക് ഓരോ ദിവസം അതൊരു ലേണിംഗ് ആണ്. ആസ് എ ഡയറക്ടർ ഓൾസോ എനിക്ക് കുറെ പഠനം നടക്കുന്നുണ്ട് ആ രീതിയിൽ. അപ്പൊ ആ ലേണിംഗ് കൂടെയാണ് ഞാൻ ഈ പറയുന്ന എന്റെ അഭിനയ ജീവിതത്തിലൂടെ ഞാൻ സാധിച്ചെടുക്കുന്നത്. മനസ്സിലായി. അപ്പോൾ അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ പറയുമ്പോൾ ധ്യാന തന്നെ പറഞ്ഞു, എനിക്ക് സ്വയം പറയുന്നത് എന്റെ അഭിനയത്തിൽ എത്രമാത്രം മികവ് വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ള. അപ്പോൾ വരുന്ന പ്രൊഡ്യൂസർമാർ ധ്യാനം തേടിയാണ് വരുന്നത്. അപ്പൊ അവരൊരു പ്രതീക്ഷ വെച്ചേക്കുവാണ്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടും അവരെന്നിലേക്ക് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് എന്നോടുള്ള ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ആ സിനിമ ഞാൻ ചെയ്യണം എന്നുള്ള നിർബന്ധമായിരിക്കാം. അങ്ങനെ വരുന്ന മിക്കതും എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്ത് വലയത്തിനുള്ളിൽ വരുന്ന ആൾക്കാര്. അത്തരം ആൾക്കാരുടെ സിനിമകൾ ഞാൻ കണ്ണും പൂട്ടി ചെയ്യാറുണ്ട്. അതാണല്ലോ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ് ഇല്ല. കണ്ണും പൂട്ടി ചെയ്യുമ്പോൾ അവര് അതൊന്നും ചിന്തിക്കുന്നില്ല, ധ്യാനം വേണം. സ്വാഭാവികമായിട്ടും അവര് കഥ കേട്ട് അവർ ഇഷ്ടപ്പെട്ട് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുമ്പോഴേ ഒരു പ്രൊഡ്യൂസർ അതിൽ കാശ് മുടക്കും, ഒരു ആർട്ടിസ്റ്റിന്റെ പുറത്ത് കാശ് മുടക്കുള്ളൂ. അപ്പൊ അവർക്ക് കൃത്യമായിട്ടൊരു ധാരണ അല്ലെങ്കിൽ ഒരു തീരുമാനം ഉള്ളതിന് ശേഷമാണല്ലോ എന്റെ അടുത്തോട്ട് വരുന്നത്. ഞാൻ അങ്ങോട്ട് പോയിട്ട് ആരെടുത്ത് എന്നെ വെച്ച് സിനിമ ചെയ്യുമെന്നുള്ളൊരു അങ്ങനെ ഒരു അവസ്ഥ ഇല്ലല്ലോ. അപ്പം എന്നെ വേണം എന്ന് പറഞ്ഞ നിർബന്ധം പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ അവിടെ കൂടെ ഞാൻ സിനിമ ചെയ്യാറുണ്ട്. കൃത്യമായിട്ട് ഞാൻ ഈ സിനിമ ഇന്ന സ്ഥലത്ത് ഇതിന്റെ പാളിച്ചകളുണ്ടെന്ന് പറയാറുണ്ട് ചിലര്. പക്ഷെ അത് നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മൾ ശരിയാക്കും, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൺവിൻസ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അവരുടെ കാൽക്കുലേഷൻ പാളി പോയിട്ടുണ്ട്. അങ്ങനെയാണ് പല മുന്നുള്ള സിനിമകളൊക്കെ വീണു പോയതിന്റെ കാരണം. പക്ഷെ അത് അവരൊന്ന് മനസ്സിലാക്കി ഇനി ആ നല്ല സിനിമകൾ ഉണ്ടാവുമായിരിക്കും. തീർച്ചയായിട്ടും നല്ല സിനിമകൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു സംവിധായകന്റെ ഉണ്ടായിരുന്നു. ധ്യാന്റെ സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തു, ആ സിനിമ പുറത്തിറങ്ങില്ല. അതോടൊപ്പം ശ്രീനാഥ് ഭാസിയുടെ സിനിമയും സംവിധാനം പുറത്തിറങ്ങില്ല. അദ്ദേഹം കുറിപ്പിൽ കണ്ടിട്ടുണ്ടാകും, ഞാൻ ഇനി സിനിമ ചെയ്യില്ല, ഞാൻ മടുത്തു എന്നാണ് എഴുതി. എന്താണ് ആ സംവിധാനം ഉദ്ദേശിച്ചത്? ഞാൻ അവനെ കഴിഞ്ഞ ദിവസം വരെ അവൻ സിനിമ കണ്ടിട്ട് എന്നെ നദികൾ സുന്ദരി കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അവന്റെ മെസ്സേജ് എന്റെ അടുത്ത്, ചേട്ടാ സിനിമ ഉണ്ട്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, എന്താ പറ്റി നിനക്ക്, എന്താ? കാരണം ഞാൻ അവനെ ഇന്നും നല്ലൊരു ഒരു അനിയനെ പോലെ കാണുന്ന ഒരു സഞ്ജിത്ത്. അപ്പോ എന്നെ പലപ്പോഴായിട്ട് അവൻ വന്ന് കാണുന്നത്. അന്നൊന്നും ഈ ഇങ്ങനൊരു അവസ്ഥയുടെ പറ്റി അവൻ എന്നോട് പറഞ്ഞിട്ടേ ഇല്ല, സംസാരിച്ചിട്ടേ ഇല്ല. ഞാൻ ചോദിക്കാറുണ്ട്, എടാ എന്താ ഈ പടം? അവൻ പറഞ്ഞു, ചേട്ടാ ഇത് ഈ വർക്കിൽ നിൽക്കുകയാണ്, ഇതിൽ നിൽക്കുകയാണെന്നൊക്കെ പറയുന്നു. ഞാൻ ഇടക്കിടക്ക് കാണുമ്പോൾ അവനോട് ചോദിക്കാറുണ്ട് അതിന്റെ. അപ്പോ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എനിക്ക് അതിന്റെ അതർ സൈഡ് അറിയില്ല. കാരണം ഞാൻ സ്വാഭാവികമായിട്ടും നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമ്മള് ഷൂട്ട് കഴിഞ്ഞു, ഞാൻ 6 ദിവസം ആ സിനിമയിൽ അഭിനയിച്ച 6 ദിവസം ആകെ. അതിൽ ഞാൻ മാത്രമല്ല, സണ്ണി, അജു, നിരഞ്ജ്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ. പേര് വന്നപ്പോ എന്റെ പേര് മാത്രമേ വന്നുള്ളൂ. കാരണം ഒരു മൾട്ടി സ്റ്റാറർ സിനിമയാണ്. 6 ദിവസം ഞാൻ അഭിനയിച്ച സിനിമ. ഞാൻ ഡബ് ചെയ്തു, എന്റെ ശമ്പളം കൃത്യമായി വാങ്ങിച്ചു. സ്വാഭാവികമായിട്ടും അതിന്റെ പ്രൊമോഷന് ഞാൻ എന്റെ എല്ലാ പടങ്ങളിലും ഞാൻ പോകുന്നതായിരിക്കും. അപ്പോ എല്ലാം കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്ന് ഞാൻ ഇവനെ കാണുമ്പോഴും അവൻ ചോദിക്കുന്ന സമയത്തൊക്കെ അവൻ പറഞ്ഞു, കേട്ടാ നിന്ന്. അപ്പൊ അതൊരു വലിയ പ്രൊഡക്ഷൻ ബാനറിന്റെ സിനിമയാണ്, അവരാണത് വലിയ ബാനറിന്റെ താഴെ. അവർക്ക് ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. അപ്പൊ അതിന്റെ പുറകിൽ എന്താണ് കൃത്യമായ കാരണം എന്നുള്ളത് അവനും എന്നോട് പറഞ്ഞിട്ടില്ല, ആ പ്രൊഡക്ഷനും എന്നോട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് എന്തുകൊണ്ട് ആ സിനിമ ഇറങ്ങുന്നുള്ള ഉത്തരവില്ല. പക്ഷെ അവന് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞത് ഞാൻ ഈ പറഞ്ഞ പോസ്റ്റ് കണ്ടപ്പോഴാണ്. പക്ഷെ നമ്മൾ കൃത്യമായി ജോലി കഴിഞ്ഞ് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് അടക്കം തീർന്നിരിക്കുക. പക്ഷെ അപ്പോഴും റിലീസ് ആകാത്ത എന്തുവാണെന്നുള്ളത് എനിക്ക് അതിന്റെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ അവനറിയെങ്കിൽ അവനോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. ശരിയാണ്, അത് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ് ആണ് ഞാൻ പറയുന്നത്. അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത് ധ്യാനയും ശ്രീനാഥ് ഭാസിയാണ്. അല്ല, ആ സിനിമ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ സിനിമയാണ്,
നമ്മൾ ഡബ് ചെയ്ത് തീർത്ത അതെ സിനിമ, അതെ അത് പോസ്റ്റ് വർക്ക് കഴിഞ്ഞു നിൽക്കുന്ന സിനിമയാണ്. അപ്പൊ അതിൽ സ്വാഭാവികമായിട്ടും ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് യാതൊന്നും നമ്മുടെ ഒരു പ്രശ്നം കാരണമല്ല. ആ ബാസിയുടെ സിനിമ ആയിക്കോട്ടെ, അത് ബാസിയുടെ സിനിമയും കഴിഞ്ഞു നിൽക്കുന്ന സിനിമയാണ്, ഡബിങ് തീർന്ന സിനിമയാണ്. അപ്പോഴവിടെ എന്തോ ഒരു ഇഷ്യൂ എനിക്ക് തോന്നുന്നു, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവണമല്ലോ. അത് പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണോ അല്ലെങ്കിൽ ഇവരുടെ ടീമിൽ നിന്നാണോ, എന്താണ് അവിടുത്തെ ഒരു കോൺഫ്ലിക്റ്റ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി അറിയില്ല. അല്ല, അത് കൃത്യമായിട്ട് സംവിധാനം പറയേണ്ടതുമാണ്. കാരണം വിരൽ ചൂണ്ടപ്പെടുന്ന ആർട്ടിസ്റ്റുകളിലേക്കാണ് വിരൽ ചൂണ്ടപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും. കാരണം അത് ഞാൻ 6 ദിവസം അഭിനയിച്ചിട്ടുള്ളൂ, എന്റെ പേര് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ മറ്റുള്ളവരുടെ പേര് പറഞ്ഞിട്ടില്ല. പിന്നെ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെന്തോ ഇഷ്യൂ ഉണ്ടാക്കിയെന്ന് പേരിട്ടുള്ളൂ. അത് അങ്ങനെയാണ് കമന്റുകൾ. അതാണ് ഞാൻ ആ ചോദ്യത്തിലേക്ക് പോയി. ഇതുവരെ ക്ലിയർ ആക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത് നമ്മൾ ഡബ് ചെയ്ത് തീർത്ത സിനിമയാണ്. അല്ലാതെ നമുക്ക് അതിൽ അതിന്റെ റിലീസിന്റെ പുറകിൽ നമ്മുടെ യാതൊരു കൈകടത്തലോ അല്ലെങ്കിൽ നമ്മൾ കാരണമല്ല അത് മുടങ്ങി വെച്ചത്.